തിരുവനന്തപുരം നെയ്യാറ്റിൻകര കാരക്കോണം മെഡിക്കൽ കോളേജിലാണ് ഒരു ഗുരുതര ചികിത്സാ പിഴവുണ്ടായി എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കിയ ആറളമൂട് സ്വദേശിയായിട്ടുള്ള കുമാരി 56 വയസ്സ് മരിച്ചത്. അതിൽ ഇപ്പോൾ കുടുംബം ഒരു ആരോപണമായി മുന്നോട്ട് വരുന്നത് ഈ ഒരു മരുന്ന് മാറി നൽകിയതാണ് ഈ മരണ കാരണം എന്നുള്ളതാണ്. കൂടാതെ ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കിയ ശേഷം മറ്റ് വിവരങ്ങളൊന്നും, അത് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതുപോലെ തന്നെ മരിച്ചു എന്നുള്ള വിവരം പോലും ഈ ആശുപത്രി അധികൃതരോ ഡോക്ടറോ കുടുംബത്തെ അറിയിച്ചില്ല എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. അതിനുശേഷം ഡോക്ടർമാരോട് ഒരു പരാതിയായി കുടുംബം ഈ സംസ്കാര ചടങ്ങുകളടക്കം നടക്കുന്നതിന് മുന്നേ തന്നെ എത്തിയിരുന്നു. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞത് ഞങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും വീട്ടിൽ വന്ന് ചെയ്തു തരാം, അത്തരത്തിലൊരു പ്രതികരണമാണ് നടത്തിയത്, മറ്റാരോടും പറയരുത് എന്ന രീതിയിലുള്ളൊരു പ്രതികരണമാണ് നടത്തിയതെന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഈ യുവതിയുടെ മകൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പ്രതികരണമായി നമ്മളോട് പറയുകയും ചെയ്യുന്നത്. അതിലിപ്പോൾ കുടുംബം ഉന്നയിക്കുന്നതും ഒരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ മരുന്ന് മാറി നൽകി, അതുപോലെ തന്നെ ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട്, ഈ കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട് ഒരു ഓപ്പൺ സർജറി നടത്തുമെന്നുള്ളതാണ് കുടുംബത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അത്തരം ശസ്ത്രക്രിയ നടത്തിയ പാടുകളോ അല്ലെങ്കിൽ അടയാളങ്ങളോ ഒന്നും യുവതിയുടെ ശരീരത്തിൽ ഇല്ല എന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ കുടുംബം പറയുന്നു. എന്നാൽ ആശുപത്രിയുടെ ഒരു വിശദീകരണം, കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ശസ്ത്രക്രിയക്കിടെ യുവതിക്ക് ഒരു BP-യിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. കൂടാതെ ശസ്ത്രക്രിയക്കിടയിൽ ഈ BP കുറഞ്ഞത് മൂലം ശസ്ത്രക്രിയ നിർത്തിവെക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഹൃദയാഘാതമാണ് മരണകാരണം എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നത്. എന്തായാലും കുടുംബത്തിന്റെ പരാതിയിൽ ഇപ്പോൾ വെള്ളറട പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ കുടുംബം ഉറച്ചു നിൽക്കുന്നത് ഒരു ശസ്ത്രക്രിയാ പിഴവിനെ തുടർന്ന് തന്നെയാണ് യുവതി മരിച്ചത് എന്നുള്ളതാണ്.